ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഡേറ്റിങ്ങിന് പോയ കഥ പറയട്ടെ. അതിന് മുമ്പ് നിങ്ങൾ ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലാണ്ടിരിക്കില്ല, അറിയാം. അപ്പോൾ എങ്ങനെ അവരെ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റിയോ? ഇപ്പോഴും ആ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടോ? നോക്കൂ, നിങ്ങൾക്ക് ഡേറ്റിങ്ങിന് പോകണമെങ്കിൽ വളരെ നന്നായിട്ട് അവരുടെ മനസ്സൊക്കെ മനസ്സിലാക്കാനും എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണമെന്നൊക്കെ അറിയാം. ഒരു 10 റൂൾസ് ഉള്ള ഒരു ബുക്സ് ഉണ്ട്, ഓഡിയോ ബുക്സ്. നിങ്ങൾക്ക് ഇരുന്ന് വായിക്കൊന്നും വേണ്ട, കേട്ടാൽ മതിയാവും. കുക്ക് ഓഫ് ഹോമിലുണ്ട് കേട്ടോ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതൊന്ന് കേട്ട് നോക്കിയിട്ട് ഇനി ഡേറ്റിങ്ങിന് പോയി കേട്ടോ. അപ്പോൾ ഈ കുക്ക് ഓഫ് ഹോം ഇപ്പോൾ 7 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നീട് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഒരു 2 രൂപ നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ 2 രൂപ തിരിച്ചു വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബാക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് ഓഡിയോ ബുക്സ് ഉണ്ട്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനുള്ള കഥകളുള്ള എല്ലാ തരത്തിലുള്ള ബുക്കും അവിടെയുണ്ട്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റിങ്ങിനൊക്കെ പോയി നോക്ക് കേട്ടോ. എൻ്റെ സുഹൃത്ത് ആദ്യമായിട്ട് ഡേറ്റിങ്ങിന് പോവുക. അപ്പോൾ അതിന് മുമ്പ് ഒരു സ്ത്രീയായിട്ടൊന്നും അവർക്ക് അതിൻ്റെ ഒരു ബന്ധം അങ്ങനത്തെ ഒന്നുമില്ല. ആകപ്പാടെ വീഡിയോയിലൊക്കെയാണ് നഗ്നമായിട്ട് സ്ത്രീകളെ കണ്ടിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഡേറ്റിങ്ങിനുമൊക്കെ പോയി അവർക്ക് ശരീരമായിട്ട് ബന്ധപ്പെടാനൊക്കെ താല്പര്യമുണ്ട് എന്നുള്ള ലെവലിലേക്ക് എത്തി. അവൾ വിവസ്ത്രയായപ്പോൾ അവനാകെ ഞെട്ടിപ്പോയി. കാരണം അവളുടെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ വളരെ ഡാർക്കും അതുപോലെ വേറെ എന്തൊക്കെയോ സ്മെല്ലി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവൻ വിചാരിച്ച ലെവലിലേക്ക് അങ്ങനെ ആയിരുന്നില്ല. ഇവൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ വീഡിയോസിലേക്ക് പോലെ ആയിരുന്നു. അതോടെ പെണ്ണുങ്ങളോട് ഭയങ്കര വെറുപ്പായി. അവരോട് ആ റിലേഷൻഷിപ്പ് എന്നെ കട്ടാക്കിയിട്ട് പോയി. അപ്പോൾ മാനസികമായിട്ട് ഭയങ്കര പിന്നെ ഒരു പെണ്ണുങ്ങളോടൊക്കെ ഒരു അറപ്പും ലൈംഗികതയോടൊക്കെ ഇഷ്ടക്കുറവൊക്കെ അങ്ങനെ ഉണ്ടായി. ശരിക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പലരും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇങ്ങനെ, അത് നോർമൽ അല്ലല്ലോ, എനിക്ക് അറപ്പ് തോന്നിപ്പോയി. ശരിക്കും നോർമലായിട്ടുള്ളതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യ ഭാഗം കുറച്ച് ഇരുണ്ടായിട്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ചൂടുള്ള കാലഘട്ടത്തിൽ അല്ലേ, ചൂടുള്ള നാട്ടിൽ മെലാനിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. മീൻസ് അത് നോർമലുമാണ്. അത് മാത്രമല്ല, അതാണ് ഹെൽത്തി. നമുക്ക് അല്ലാണ്ടും ആക്കി ഇപ്പോൾ നമ്മളെ സ്കിൻ ടോൺ തന്നെ ആ ഭാഗത്തൊക്കെ ആക്കി എടുക്കാം. എന്താണ് ബ്ലീച്ചൊക്കെ ചെയ്തിട്ടും പലതരത്തിലുള്ള ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ നമ്മളെ സ്കിൻ ടോൺ എന്താണോ അത് അതേപോലെ തന്നെ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. പക്ഷേ അവിടെ ഒരുപാട് ഈസ്റ്റ് ഇൻഫെക്ഷനും മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ വരും അല്ലേ. അപ്പോൾ അതാണ് അൺഹെൽത്തി ആയിട്ടുള്ളത്, അതാണ് നോർമലായിട്ട് അല്ലാത്തുള്ളത്. അപ്പോൾ നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്ന്. അല്ലെങ്കിൽ ഒരുപാട് പേരുടെ റിലേഷൻഷിപ്പും മാത്രമല്ല അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ മറ്റു വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും അവരുടെ അതേ സ്കിൻ ടോൺ ആയിരിക്കും എന്താ സ്വകാര്യ ഭാഗത്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ബ്ലീച്ചിങ്ങോ അല്ലെങ്കിൽ ലേസറോ അങ്ങനത്തെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവരെ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുന്ന ആ ലെവലിലാണ് അവർ വീഡിയോയിൽ കാണിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മെലാനിൻ അവിടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും നമ്മളുടെ സ്വകാര്യ ഭാഗത്ത്. ഹെൽത്തിയാണ്, നമ്മളുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പിന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലർക്ക് ഏജ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് സ്ത്രീകൾക്കൊക്കെ എന്താണ് ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൊണ്ട് അവർ എന്താണ് പ്യൂബർട്ടിയിൽ അതുപോലെ പ്രഗ്നൻസിയിൽ അതുപോലെ മെനപ്പോസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചുകൂടി ഡാർക്കൊക്കെ ആയിരിക്കും. കാരണം അതിൽ ഹോർമോൺസിൻ്റെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ. കുറേ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട്, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു അബ്നോർമലായിട്ടുള്ള കാര്യമാണ്, ഇതൊരു ബ്യൂട്ടിഫുൾ അല്ല, അങ്ങനെ ഒരു ലെവലിലേക്ക് കാണിച്ചിട്ട് എന്താ സ്വകാര്യ ഭാഗത്തെ അവിടെ ഇത് തേക്കോ അവിടെ തേക്കോ ഇന്ന ചെയ്ക്കോ അങ്ങനെ കുറേ പ്രൊഡക്റ്റൊക്കെ പരിചയപ്പെടുത്തി മറ്റുള്ളവർ കാണുമ്പോൾ ഇൻസെക്യൂർ, അയ്യോ എൻ്റെ ഇങ്ങനെയാണല്ലോ, എന്ത് ചെയ്യുക, കല്യാണം കഴിക്കാൻ മടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അത് നോർമലാണ്, നിങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത്. ശരിക്കും ഉള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ സ്വകാര്യ ഭാഗം കുറച്ച് ഇരുണ്ടിരിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് അവരെല്ലാം എന്ത് ചെയ്യണം, ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്ത് എന്താണ് മറ്റേ സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കി ആക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ കുറേയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ തടയാൻ വേണ്ടി പറ്റും. കാരണം അത് ഫ്രിക്ഷനൊക്കെ ഭയങ്കര ടൈറ്റായിട്ടുള്ള അടിവസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താവും, ഹൊരസും ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫ്രിക്ഷൻ തടയാൻ വേണ്ടി നമ്മൾ നല്ല മെറ്റീരിയലുള്ള ഡ്രസ്സൊക്കെ ഇടുന്നതും ഫ്രിക്ഷനൊക്കെ തടയാൻ വേണ്ടി സഹായിക്കും അല്ലേ. അപ്പം അങ്ങനെ ഫ്രിക്ഷനൊക്കെ തടഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഉരസുന്നത് മൂലം ഉണ്ടാകുന്ന ഡാർക്ക്നെസ്സൊക്കെ കളയാൻ വേണ്ടി പറ്റും. അതുപോലെ എന്താണ് നമുക്ക് ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ പലതരത്തിലുള്ള ഡാർക്ക്നെസ്സൊക്കെ വരുന്ന അവർക്ക് സ്വയം എക്സസൈസൊക്കെ ചെയ്ത് അവരുടെ ഹെൽത്തൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതൊക്കെ നമുക്ക്
മാറ്റിയെടുക്കാവുന്നത്. അല്ലാണ്ട് ഉള്ള ഡാർക്ക്നെസ് ഹെൽത്തിയാണ് കേട്ടോ. അതിന് വിഷമം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ബ്ലീച്ച് ചെയ്ത് കളയണോ, ക്രീം ചെയ്ത് കളയണോ, ലേസർ ഉപയോഗിച്ച് കളയണോ എന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ. അത് കളയണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾക്കും ഇഷ്ടമുണ്ടെങ്കിൽ കളയാം. പക്ഷേ ഇതോടെ ഭംഗി ഇങ്ങനെയോ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റ് തന്നെ. ഇതേപോലെ ഒരാൾ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, അവരുടെ ഭാര്യയ്ക്ക് കറുത്ത ലിംഗം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ക്രീമൊക്കെ തേച്ചിട്ട് ആകെ പാടെ പൊള്ളി നാശമായി, ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി, തൊടാൻ പറ്റാത്ത ലെവലിലോട്ടൊക്കെ എത്തി. അത് നമ്മൾ മാനസിക അടുപ്പമുള്ള അത്രയധികം സ്നേഹിക്കുന്നവർക്ക് അതെങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും സുന്ദരിയും സുന്ദരനും ഒക്കെ അവരെ പങ്കാളിയായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ എല്ലാം ഇഷ്ടപ്പെടും. അതാണ് യഥാർത്ഥ പ്രണയം. അതാണ് യഥാർത്ഥ പ്രണയത്തിലൂടെ വരുന്നതായിരിക്കണം ലൈംഗികത അല്ലേ. അല്ലാത്ത ഒരു എന്താണ്, അവരെ ശാരീരിക ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ട് ഇഷ്ടപ്പെടാണ്ടാവുന്നതിനോട് നമുക്ക് എന്നാ പറയാനല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.